ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്കയ്ക്ക് പാചകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ച് കഴിയുമ്പോൾ രാധിക പ്രിയങ്കയോട് പറഞ്ഞു, എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു, ഇനി നമുക്ക് കുളിച്ചിട്ട് വന്നിട്ട് ഇതെല്ലാം പാചകം ചെയ്യാം. അതിനിടയ്ക്ക് നമുക്ക് പൂജാമുറി റെഡിയാക്കുകയും കൂടി ചെയ്യണം എന്ന് ഓരോന്നോരോന്നായി നമുക്ക് പഠിക്കുകയും ചെയ്യാമെന്ന് രാധിക പ്രിയങ്കയോട് അറിയിച്ചു. അപ്പോഴാണ് ഇതെല്ലാം ശ്രദ്ധിച്ച് അപ്പുറത്ത് ഉർവശിയും കൽപ്പനയും നോക്കി നിന്നത്. അവർ തമ്മിൽ ഇങ്ങനെ അങ്ങ് അടുപ്പം തുടർന്നു പോയാൽ അത് ശരിയാവില്ല എന്ന് കൽപ്പനയോട് ഉർവശി പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചേച്ചി അനുജത്തിയും തമ്മിലുള്ള ആ സ്നേഹം അത് കൂടുകയുള്ളൂ. അവരെ തമ്മിൽ എങ്ങനെയും തെറ്റിക്കണം. അതിനെന്തെങ്കിലും വഴി കണ്ടെത്തിയേ തീരൂ, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ആപത്തുണ്ടാവുന്നതെന്ന് കൽപ്പനയോട് ഉർവശി പറഞ്ഞത് കേട്ട് കൽപ്പന പറഞ്ഞു, അതിനി കാത്തിരിക്കേണ്ട, ഇപ്പൊ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്ത് ചെയ്യുമെന്ന് കൽപ്പനയോട് ഉർവശി അന്വേഷിച്ചതും കൽപ്പന പറഞ്ഞു, അതൊക്കെയുണ്ട്, എന്തായാലും ഇളയമ്മ ഇവിടെ നിന്നാ മതി, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് കൽപ്പന അവർ രണ്ടുപേരും അവിടെ എന്താ ചെയ്യുന്നറിയാനായി ശ്രദ്ധയോടെ നോക്കിയിരിക്കുമ്പോ രാധിക വേണ്ട കാര്യങ്ങളൊക്കെ പ്രിയങ്കയ്ക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം പ്രിയങ്കയോട് പറഞ്ഞു, എന്തായാലും നമുക്ക് കുളി കഴിഞ്ഞ് വന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പ്രിയങ്ക ചോദിച്ചു, അല്ല പൂജാമുറി എല്ലാം ഒരുക്കിയതിനു ശേഷം നമുക്ക് കുളിക്കാൻ പോയാൽ പോരെ ചേച്ചി എന്ന് അന്വേഷിച്ചതും പ്രിയങ്കയോട് രാധിക പറഞ്ഞു, അതെ, കുളിക്കാതെ ആഹാരം പാചകം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുളിച്ചിട്ട് അടുക്കളയിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ടാൽ കാണുന്നത് തന്നെ ഒരു ഭംഗിയും ഒരു ഐശ്വര്യവുമാണ്, അതുകൊണ്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു മടിച്ചി എന്ന് പറഞ്ഞ് വേഗം പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് രാധിക അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ കുളിക്കാൻ പോയ തക്കത്തിന് ഇളയമ്മയും കൽപ്പനയും കൂടി നേരെ കിച്ചണിലേക്ക് എത്തി. എന്നിട്ട് കൽപ്പന പറഞ്ഞു, ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് അവർ അവിടെ നോക്കി നിന്നിട്ട് വേഗം ആ ഗ്യാസിന്റെ റെഗുലേറ്റർ ഊരി വയ്ക്കുന്നു. ഇനി എന്താ അവർ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് കാണാലോ എന്ന് പറഞ്ഞ് ഇതിന് മനഃപൂർവ്വം അവളെ തന്നെ ആ രാധികയെ തന്നെ പ്രിയങ്ക പഴിചാരുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ തിരിച്ചുവിടാമെന്ന് പറഞ്ഞ് റെഗുലേറ്റർ ഊരി വെച്ചിട്ട് ആ സമയം ഉർവശി ചോദിച്ചു, അല്ല ഇതിപ്പോ ഇങ്ങനെ എന്നിട്ട് എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ കൽപ്പന പറഞ്ഞു, അതെ, ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് ഇത് രാധികയാണെന്ന് പ്രിയങ്കയോട് പറഞ്ഞാൽ ചെറിയൊരു തിരി അവളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, അത് പതുക്കെ ഊതി പെരുകി ആ കനലങ്ങ് ശരിക്ക് ആളിപ്പടർന്നോളും, അതാണ് ഞാൻ ഉദ്ദേശിച്ചതും എന്ന് കൽപ്പന കൽപ്പന ഉർവശിയോട് പറഞ്ഞു. അതിനുശേഷം പിന്നീട് രണ്ടുപേരും ഇതിനെ തുടർന്നുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് അവിടെ പൂജാമുറിയെല്ലാം അലങ്കരിച്ചതിന് ശേഷം രാധികയും പ്രിയങ്കയും ചേർന്ന് ഭഗവാനെ പ്രകീർത്തിച്ച് നല്ലൊരു കീർത്തനം ആലപിച്ചു. അങ്ങനെ രണ്ടുപേരും ചേർന്ന് പൂജയെല്ലാം നടത്തിയതിനു ശേഷം രാധിക പ്രിയങ്കയോട് പറഞ്ഞ്, മോളെ, നീ ഇനി കിച്ചണിലേക്ക് പോയി ഇനി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ, ഞാൻ പിന്നാലെ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രിയങ്ക ചോദിച്ചു, അയ്യോ ചേച്ചി, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, ചേച്ചി കൂടി വാ എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു, വേണ്ട, മോൾ തന്നെ പോയി ചെയ്തോ, ഞാൻ പിന്നാലെ വന്നോളാം എന്നറിയിച്ചു. ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പ്രിയങ്കയോട് രാധിക അന്വേഷിച്ചതും പ്രിയങ്ക പറഞ്ഞു, ചേച്ചി സാമ്പാർ എന്തായാലും ചേച്ചി തന്നെ ചെയ്തു, പക്ഷെ കായും പയറും കൂടി തോരൻ വെക്കുന്നില്ലേ, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പ്രിയങ്ക വേഗം അത് ചെയ്യാനായിട്ട് നേരെ കിച്ചണിലേക്ക് എത്തി. കിച്ചണിൽ വന്നിട്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആദ്യം ചായ ഇടാനായിട്ട് റെഡിയാവുകയും പിന്നീട് കിച്ചണിൽ വന്ന് ആ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാൻ എല്ലാം കടുകൊക്കെ പൊട്ടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ചീൻചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാൻ നോക്കിയിട്ടും എത്ര കത്തിക്കാൻ നോക്കിയിട്ടും അത് സാധിക്കുന്നില്ല. അടുപ്പ് എത്ര കത്തിക്കാൻ ശ്രമിച്ചിട്ടും ലൈറ്റർ എത്ര അടിച്ചിട്ടും അത് കത്താത്തത് കൊണ്ട് പ്രിയങ്കയ്ക്കാകെ സംശയമായി. വീണ്ടും വീണ്ടും പ്രിയങ്ക ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അയ്യോ, ഇതെന്താ കത്താത്തതെന്ന സംശയത്തോടെ പ്രിയങ്ക അങ്ങനെ നിൽക്കുമ്പോൾ ഇതെല്ലാം അപ്പുറത്ത് നിന്ന് നോക്കിയ കൽപ്പനയും ഉർവശിയും കുറച്ചു നേരം ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിന്നു. അല്ല, ഇനിയിപ്പോ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചതും അതിനെന്തേലും പോംവഴി നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് രാധിക അപ്പോഴേക്കും പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധികയുടെ അരികിലേക്ക് പ്രിയങ്ക എത്തി. ചേച്ചി, ഇതാ ഗ്യാസ് കത്തുന്നില്ല എന്ന് പറഞ്ഞു. അടുപ്പ് കത്തിക്കാൻ നോക്കിയിട്ട് കത്തുന്നില്ല എന്ന് പറഞ്ഞതും, അതെ, നീ ഗ്യാസ് ഓൺ ചെയ്തതാണോ മോളെ എന്ന് ചോദിച്ചപ്പം, അതെ ചേച്ചി, ചേച്ചി ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞ് രാധികയെ വിളിച്ചുകൊണ്ട് നേരെ കിച്ചണിലേക്ക് പ്രിയങ്ക എത്തി. കിച്ചണിൽ വന്ന് രാധിക എത്ര സ്റ്റവ് ഓൺ ചെയ്തിട്ട് കത്തിക്കാൻ നോക്കിയിട്ടും അത് ഓൺ ആകാത്തത് കൊണ്ട് രാധികയ്ക്ക് ആകെ സംശയമായി. ഇതെന്തായിരിക്കും സംഭവിച്ചതെന്നറിയാൻ അവർ രണ്ടുപേരും മാറി മാറി നോക്കി. അതിനുശേഷം എന്തായാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ആ കബോർഡ് തുറന്ന് അതിന്റെ
ഗ്യാസിന്റെ അടുത്തേക്ക് നോക്കിയതും അപ്പോഴാണ് രാധ ഈ കാര്യം മനസ്സിലായത്. രാധിക പ്രിയങ്കയോട് ചോദിച്ചു, അല്ല ഇതാരെ ഈ റെഗുലേറ്റർ ഊരി വെച്ചിരിക്കുന്നത്, ഇതുകൊണ്ടല്ലേ ഇത് കത്താതിരുന്നത് എന്ന് ചോദിച്ചതും, ഓ അതാണല്ലേ കാര്യം എന്ന് പ്രിയങ്ക സംശയത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും രാധിക പറഞ്ഞു, പിന്നല്ലാതെ ഈ റെഗുലേറ്റർ ഓൺ ആക്കാതിഞ്ഞിട്ടല്ലേ ഇതിങ്ങനെ വന്നത്, റെഗുലേറ്റർ ആരോ ഊരി വെച്ചിരിക്കുകയായിരുന്നു, സാരയില്ല ഇപ്പൊ ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു റെഗുലേറ്റർ ശരിക്ക് രാധിക വെച്ചതിന് ശേഷം വേഗം തീ കത്തിക്കണം. അങ്ങനെ ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പ് കത്തിച്ച് കൊടുത്തതിന് ശേഷം പ്രിയങ്കയുടെ അരികിൽ നിന്ന് രാധിക പോകാൻ തുടങ്ങി. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, ചേച്ചി ഇവിടെ നിൽക്ക്, ചേച്ചി എന്താ എന്നെ ഇവിടെ നിർത്തിയിട്ട് ചേച്ചി പോവാണോ എന്ന് ചോദിച്ചത്. അതെ, ഞാനിവിടെ നിന്നാൽ ശരിയാവുകയില്ല, എന്തായാലും മോള് തന്നെ വേണം ചെയ്യാൻ, അപ്പോഴല്ലേ കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ, അതുകൊണ്ടാ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കോളാം എന്ന് രാധിക പറഞ്ഞു. ഉടനെ പ്രിയങ്ക പറഞ്ഞു, ചേച്ചി എന്തായാലും ചേച്ചി വന്നേ, എനിക്ക് തന്നെ അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് രാധികയെ വിളിച്ചുകൊണ്ട് വരാനായി പ്രിയങ്ക വീണ്ടും പൂജാമുറിയിലേക്ക് പോയി. ചില കാര്യങ്ങൾ ഇപ്പോഴും തനിക്ക് ഡൗട്ടാണെന്നുള്ള രീതിയിൽ സംശയത്തോടെ പ്രിയങ്ക അങ്ങനെ നിന്നു. ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തത് കൊണ്ട് പ്രിയങ്ക വേഗം രാധികയെ വിളിക്കാനായിട്ട് പൂജാമുറിയിലേക്ക് പോയ തക്കത്തിന് ഉടനെ തന്നെ അകത്തേക്ക് കയറി വന്ന ഉർവശിയും കൽപ്പനയും ഇനി എന്താ ഒരു പോംവഴി എന്ന് ആലോചിച്ചു. അപ്പോഴേക്കും ഉർവശിയോട് കൽപ്പന പറഞ്ഞു, അതെ ഇളയമേ, ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് വേഗം ഗ്യാസ് ഓൺ ചെയ്ത് വെക്കുകയാണ് കൽപ്പന. അതിനുശേഷം കൽപ്പന വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. കൽപ്പന പുറത്തേക്ക് വന്നതും ഉർവശി ചോദിച്ചു, അല്ല ഗ്യാസ് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചാലേ മണം വരില്ലേ, അത് മനസ്സിലാവത്തില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ കൽപ്പന പറഞ്ഞു, അതെ ആ പ്രിയങ്ക അങ്ങനെ അടുക്കളയിലൊന്നും കയറാത്ത ടീമല്ലേ, അപ്പോൾ അവൾക്ക് പെട്ടെന്നൊന്നും കാര്യം മനസ്സിലാവുകയില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. അയ്യോ തീപിടുത്തം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ തീ ഉണ്ടാകണം, എന്നാലല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ, ഇത് രാധിക മനഃപൂർവ്വം ചെയ്തു വെച്ചതാണെന്ന് പ്രിയങ്കയുടെ മനസ്സിലേക്ക് നമുക്ക് അങ്ങനെ ഒരു വിഷം കുത്താൻ കഴിഞ്ഞാൽ അതോടെ ചേച്ചി അനുജത്തിയും തമ്മിലുള്ള സ്നേഹം അതില്ലാതായിക്കോളും. പിന്നെ ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവള് കുറ്റങ്ങൾ കണ്ടെത്താനും ശ്രമിക്കും, അപ്പോ അത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ രാധികയെ കുറിച്ചും പ്രിയങ്കയുടെയും അടുപ്പത്തെ എന്തെങ്ങനെയും തകർക്കണം എന്ന ലക്ഷ്യത്തോടെ അവർ അത് ചെയ്തത് അവരാഗ്രഹിക്കുന്ന പോലെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ രാധികയെ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് വരാനായി ഉർവശി പൂജാമുറിയിലെത്തി. പ്രിയങ്ക പൂജാമുറിയിലെത്തി രാധികയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പത്മിനി കിച്ചണിലേക്ക് എത്തിയത്. അവിടെ എല്ലാ കൂട്ടവും റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ട് പത്മിനിക്ക് വലിയ സന്തോഷമായി. ആഹാ, ഇത്ര പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയോ എന്ന് ചോദിച്ചുകൊണ്ട് പത്മിനി വേഗം ചായ ഇടാനായിട്ട് തയ്യാറാകുന്നു. ചായ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കുമാണ് അവിടെ നിന്ന് ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് ഉർവശിയും കൽപ്പനയും അപ്പുറത്ത് മാറി നിന്നത്. പത്മിനി വേഗം ചായ ഇടാൻ തുടങ്ങുമ്പോൾ ഉർവശി ചോദിച്ചു, യോ ഇനി ചേച്ചിക്കെങ്ങാനും തീ പിടിക്കുവോ എന്ന് ചോദിച്ചപ്പം പിടിക്കട്ടെ എന്ന് പറഞ്ഞ് കൽപ്പന സന്തോഷത്തോടെ അങ്ങനെ ഒരു തീപിടുത്തം നടക്കട്ടെ എന്ന് വളരെ പ്രതീക്ഷയിൽ അങ്ങനെ പറയുമ്പോൾ പത്മിനിയുടെ ദേഹത്തേക്ക് പെട്ടെന്ന് തീ ആളിപ്പടരുന്നു. സാരത്തുമ്പയിലേക്ക് തീ കയറി പിടിച്ചതും അവിടെ നിന്ന് പത്മിനി ഉറക്കെ അമ്മയും എല്ലാരെയും വിളിച്ചു. ഇത് കണ്ടുകൊണ്ട് വന്ന രാധിക വേഗം ആ തീ കെടുത്താനായി ശ്രമിക്കുന്നു. രാധികയും പ്രിയങ്കയും തീ കെടുത്താൻ നോക്കുമ്പോഴേക്കും വേഗം രാധിക അവിടെ നിലത്ത് കിടന്ന ആ ചാക്ക് വേഗം ഓടിക്കൊണ്ടുവന്ന് പത്മിനിയെ പെട്ടെന്ന് പൊതിയുന്നു. പത്മിനിയുടെ ദേഹത്തേക്ക് ആ ചാക്ക് ചേർത്ത് അങ്ങനെ പൊത്തിപ്പിടിക്കുകയും രാധിക അങ്ങനെ രക്ഷപ്പെടുത്തിയ നിമിഷം ആ തീയെല്ലാം പത്മിനിയുടെ ദേഹത്തെ തീയെല്ലാം അണഞ്ഞുപോയി. പെട്ടെന്നാണ് രാധിക അങ്ങനെ ചെയ്ത് ബുദ്ധിയോ പൂർവ്വം അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു പോയതും രാധിക വേഗം തന്നെ ആ ഗ്യാസ് ഓഫ് ചെയ്തു. ഈ സമയത്ത് വലിയൊരു അപകടം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷ നിന്നപ്പോൾ പ്രിയങ്ക വേഗം വന്ന് പത്മിനിയെ പൊത്തിപ്പിടിച്ചതും പ്രിയങ്കയുടെ കൈയും ചെറിയ രീതിയിൽ പൊള്ളി. അപ്പോഴേക്കും പത്മിനിയോട് ചോദിച്ചു, അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞ് പത്മിനിയെ സമാധാനപ്പെട്ട് നിൽക്കുമ്പോഴാണ് ബഹളം കേട്ട് അവിടേക്ക് മുത്തശ്ശി എത്തിയത്. എന്താ എന്താ ഇവിടെ പറ്റിയതെന്ന് ചോദിച്ചു. മുത്തശ്ശി അകത്തേക്ക് വന്നത്, അല്ല ഈ തീ പെട്ടെന്ന് ദേഹത്തേക്ക് ആളിപ്പിടിച്ചു, ഞാൻ ചായ ഇടാൻ വേണ്ടി നോക്കിയതാ, കുട്ടികൾ ഇവിടെ രാവിലെ പാചകത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ ഇടാന്ന് കരുതി വന്നതാ എന്ന് പറഞ്ഞതും പെട്ടെന്ന് ഗ്യാസ് ലീക്കായിരുന്നെന്ന് തോന്നുന്നു, തീ പിടിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടതും പത്മിനിയും പറഞ്ഞത് കേട്ട് രാധികയും പ്രിയങ്കയും ഞെട്ടലോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടനെ പത്മിനി പറഞ്ഞു, കുഴപ്പമൊന്നും ഇല്ലമ്മേ, പെട്ടെന്ന് പ്രിയങ്ക മോള് ആ ചാക്കുകൊണ്ട് എന്നെ പൊത്തിപ്പിടിച്ചത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ സാരി കുറച്ച് കത്തിയെന്നേ ഉള്ളൂ എന്ന് പത്മിനി പറഞ്ഞത് കേട്ട് ഉടനെ പ്രിയങ്ക അങ്ങനെ ഒരു കാര്യം ചെയ്തതിന്റെ സന്തോഷത്തിൽ പ്രിയങ്ക മോള് അങ്ങനെ ചെയ്തുകൊണ്ട് ഏറെ അപകടമൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ കയ്യിലേക്ക് പിടിച്ചതും പ്രിയങ്കയുടെ കൈ പൊള്ളിയിരിക്കുന്നതായിട്ട് കണ്ടു.
പ്രിയങ്ക വേദന കൊണ്ട് നിലവിളിച്ചത് കണ്ട് മുത്തശ്ശി പറഞ്ഞു, അതെ ഈയിടെയല്ലേ ഗ്യാസിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഗ്യാസിന്റെ ആളുകൾ വന്നത് പരിശോധിക്കാതെ ഇനി ആരും കിച്ചണിൽ പണിയണ്ട. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റെഡിയാക്കണ്ടേ? അത് അന്ന് വന്ന് ശരിയാക്കിയതാണ് അമ്മേ. ഇനിയിപ്പോ റെഗുലേറ്റർ മാറി വെക്കണമെന്നാ തോന്നുന്നതെന്ന് പത്മിനി പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു, അതിനെന്തിനാ ഇനിയിപ്പോ താമസം? റെഗുലേറ്റർ മാറ്റി വെക്കണമെന്നാണെങ്കിൽ മാറ്റി വെക്കണം. എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷമല്ല ചെയ്യേണ്ടത്, അതിന് വരാതിരിക്കാനാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞ് മുത്തശ്ശി പത്മിനിയോട് പറഞ്ഞു. എന്തായാലും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അല്ല, മോളുടെ കയ്യില് മരുന്ന് വെച്ചു കൊടുക്ക എന്ന് പറഞ്ഞത്. പ്രിയങ്ക കൈ പൊള്ളി നിൽക്കുന്നത് കണ്ട് രാധിക വേഗം പ്രിയങ്കയുടെ കയ്യിലെ പൊള്ളൽ മാറ്റാനായിട്ടുള്ള നെയ്യും മരുന്നുമൊക്കെ പതുക്കെ പ്രിയങ്കയുടെ കയ്യിലായി തേച്ചു കൊടുക്കണം. പ്രിയങ്ക നീറ്റിൽ കൊണ്ട് വേദനിച്ച് അങ്ങനെ പൊളയുന്നത് കാണുമ്പോൾ പതുക്കെ ആ കയ്യിലേക്ക് മരുന്ന് പുരട്ടി കൊടുക്കുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് എല്ലാവരും ആകെ അതിശയപ്പെട്ട് അങ്ങനെ നോക്കിയിരുന്നു. പ്രിയങ്കയാണ് തന്നെ രക്ഷിച്ചത് എന്ന രീതിയിലുള്ള സംസാരം കേട്ടതും പ്രിയങ്ക ഇങ്ങനെയൊരു സഹായം ചെയ്ത് രാധികയുടെ ആ ഒരു സഹായം, അല്ലെങ്കിൽ രാധിക ചെയ്ത ആ നല്ല പ്രവൃത്തി അത് പ്രിയങ്ക ചെയ്താണെന്നുള്ള രീതിയിൽ പത്മിനി പ്രിയങ്കയെ ചേർത്ത് പിടിച്ചു. എന്തായാലും മോള് കൃത്യസമയത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അപകടമൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞ് പ്രിയങ്കയെ ചേർത്ത് പിടിക്കുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ രാധികയാണെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി രാധികയെ നോക്കി. അപ്പോഴേക്കും പ്രിയങ്കയെ പ്രശംസിച്ചുകൊണ്ട് പത്മിനി പ്രിയങ്കയെ ചേർത്ത് പിടിച്ച് പ്രിയങ്കയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ രാധികയെ പറഞ്ഞു, അതെ അമ്മയോടൊപ്പം എന്നും പ്രിയങ്ക ഉണ്ടാവും. അവളെന്നും അമ്മയ്ക്ക് കൂട്ടായും സഹായമായും അമ്മയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞതും പ്രിയങ്കയെ തന്റെ തോളിലേക്ക് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ പ്രിയങ്കയെ താലോലിക്കുകയാണ് പത്മിനി. ഇതെല്ലാം കണ്ടതോടെ ഉർവശിക്കും ഒപ്പം കൽപ്പനയ്ക്കും ആകെ ദേഷ്യമായി. അപ്പോഴേക്കും മുത്തശ്ശി സംശയത്തോടെ രാധികയെ നോക്കി. ഇങ്ങനെ ഒരു സഹായം ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ രാധികയായിരിക്കുമെന്നും, എന്നാൽ ആ അഭിനന്ദനവും ആ നല്ല പ്രവൃത്തിയുടെ അഭിനന്ദനങ്ങളും അതിന്റെ നന്മയും ഒക്കെ നേടിയെടുക്കുന്നത് അനുജത്തിയാണെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി സംശയത്തോടെ രാധികയെ നോക്കുമ്പോൾ രാധിക തലകുനിക്കി. അങ്ങനെ തലകുനിച്ചു നിന്നു. അപ്പോഴേക്കും ഉർവശിയും കൽപ്പനയും പറഞ്ഞു, അല്ല നമ്മൾ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഒരു രീതിയിലാണല്ലോ സംഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം അവർക്ക് അനുഗ്രഹമായി മാറുകയാണല്ലോ. ഇതൊരു വല്ലാത്തൊരു ചതിയായിപ്പോയി എന്ന് ഉർവശി സങ്കടപ്പെടുമ്പോൾ കൽപ്പന പറഞ്ഞു, ഇതിന് ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതിനുശേഷം അവർ അങ്ങനെ നിരാശയോടെ പുതിയ പദ്ധതി ഇനി എന്തെങ്കിലും കണ്ടെത്തണമെന്ന് അവർ ആലോചിക്കുമ്പോഴാണ് മ്യൂസിക് സ്കൂളില് ശ്യാമയോട് അമൃതേടത്തി ചോദിച്ചു, അല്ല നമ്മുടെ രാധിക മോളുടെ കാര്യം അത് വലിയ അതിശയം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്യാമ ചോദിച്ചു, അതെന്താ എടുത്തി അങ്ങനെ പറഞ്ഞത്? അല്ല, മോള് വളർന്നത് ശ്യാമയുടെ മകളായിട്ടല്ല, മറിച്ച് ദേവനാരായണ തിരുമേനിയുടെയും യശോദയുടെയും മകളായി വളർന്നു. എന്നിട്ടിപ്പോ ജീവിക്കുന്നത് കണിമംഗലത്തും. എന്നാൽ ശരിക്കും ശ്യാമയുടെ മകളാണ് താനും. എന്തൊരു അതിശയല്ലേ എന്ന് ചോദിച്ചപ്പോ ഇതെല്ലാം കേട്ട് ശ്യാമ പറഞ്ഞു, ഇതിൽ ഒന്ന് മാത്രമാണ് അതിൽ എന്നും സ്ഥായിയായി നിലകൊള്ളുന്നത്. ഒരു സ്ഥിരതയില്ലാത്ത ഒരു ജീവിതമാണല്ലോ രാധിക മോളുടേതെന്ന് പറഞ്ഞപ്പം, എന്നാൽ ഒരു കാര്യത്തിൽ എന്നും സ്ഥിരതയുണ്ട് ഏട്ടത്തി, അത് ഈ ശ്യാമയുടെ മകളാണെന്നുള്ള കാര്യത്തിലാണ്. ശ്യാമ രാധിക മോളുടെ അമ്മയാണെന്നുള്ള കാര്യത്തിലും അത് ഞാൻ പറയുന്ന ആ ദിവസം ഇതിനെല്ലാത്തിനും സ്ഥിരതയാകും എന്ന് പറഞ്ഞു പോകും. അയ്യോ, ഞാനേ വെറുതെ ഒന്ന് പറഞ്ഞതാ എന്ന് അമൃതയെടുത്തി അറിയിച്ചു. എന്നാൽ അമൃതയെടുത്തി ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായതും ഡാൻസ് ക്ലാസ് നടക്കുന്നുണ്ടോയെന്ന് നോക്കിയേക്ക് എന്ന് പറഞ്ഞ് അവിടേക്ക് അമൃതയെടുത്തിയെ പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോൾ അമൃത പുറത്തേക്ക് ഇറങ്ങിയതും അതേ സ്പീഡിൽ വേഗം അകത്തേക്ക് ഓടിയെത്തി. ശ്യാമേ, ഇതാ മോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞതും വേഗം തന്റെ ആ പർദ്ദ റെഡിയാക്കി നിൽക്കുകയാണ് ശ്യാമ. അപ്പോഴേക്കും അരികിലേക്ക് വേഗം എത്തി രാധിക. എന്നിട്ട് പറഞ്ഞു, ഹലോ ഫിദ മാം, അമൃത മേഡം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ രാധിക സംസാരിക്കുന്നത് കണ്ട് അമൃത ചോദിച്ചു, ഇന്നെന്താ രാധിക മോൾക്ക് നല്ല പ്രസരിപ്പൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ഉണ്ടോ ശരിക്കും എന്ന് അതിശയത്തോടെ രാധിക ചോദിച്ചു. അപ്പോഴേക്കും രണ്ടുപേരും പറഞ്ഞു, ഉണ്ട്. അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇതെന്താ ഒരു വലിയ സന്തോഷം എന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു, ശരിക്കും എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം വേറൊന്നുമല്ല, പ്രിയങ്ക അവളിപ്പോ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എന്നോട് വല്ലാത്ത അടുപ്പവും സ്നേഹവുമാണ് ഇപ്പോ പ്രിയങ്കയ്ക്കുള്ളത്. പ്രിയങ്ക വല്ലാതെ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് പ്രിയങ്കയുടെ സ്നേഹം ശരിക്കും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോ അവളുടെ ചേച്ചിയായി തന്നെയാണ് അവൾ എന്നെ കരുതുന്നതും സ്നേഹിക്കുന്നതും. എന്നോടുള്ള അവളുടെ സ്നേഹവും കാണുമ്പോൾ ശരിക്കും എൻ്റെ അനുജത്തി എന്ന സ്ഥാനത്ത് ഇപ്പോഴാണ് അവൾ നിൽക്കുന്നത്.
എൻ്റെ കൂടെയാണ് ഉറങ്ങുന്നതും എൻ്റെ ഒപ്പമാണ് ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ. ചിലപ്പോൾ എനിക്ക് ഭക്ഷണം വാരി തരികയൊക്കെ ചെയ്യും. ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചും ചെയ്ത തെറ്റുകളൊക്കെ എത്രത്തോളം വലുതായിരുന്നു എന്നും ഒക്കെ ഒരു തിരിച്ചറിവുണ്ടായി. ഇപ്പോ അവളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളുണ്ടായി. നന്മയുള്ള രീതിയിൽ ഇപ്പോ എൻ്റെ പ്രിയങ്കമോള് മാറി. ഇനി എന്നും അവൾ അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് രാധിക പറയുമ്പോ അതെല്ലാം കേട്ട് നിന്ന ശ്യാമ പറഞ്ഞു, അതെ, തിരിച്ചടികൾ മനുഷ്യനെ മാറ്റും. എന്നാലും ചതി പലപ്പോഴും മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് പലരും നമുക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുന്നത്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് രാധികയോട് പറയുമ്പോൾ രാധിക പറഞ്ഞു, ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം പ്രിയങ്കയുടെ ഭാഗത്തുണ്ടെങ്കിൽ എല്ലാം മാറിയെന്ന് എനിക്ക് തോന്നുമ്പോൾ ഒരു ദിവസം ഞാൻ പ്രിയങ്ക എവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും, മേഡത്തിന്റെ അരികിലേക്ക്. മേഡത്തെ കണ്ടു കഴിയുമ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും മാറ്റം പ്രിയങ്കയിൽ ഇനി ഉണ്ടായിട്ടില്ലെങ്കിലും പ്രിയങ്കയ്ക്ക് ഇനി എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി എന്തെങ്കിലും മാറാനുണ്ടെങ്കിൽ അത് മേഡത്തിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ മേഡത്തിന് തീർച്ചയായിട്ടും പ്രിയങ്കയുടെ അരികിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ ഇനി മാറാനുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ മേഡത്തിന് കഴിയും. അതുകൊണ്ട് മേഡത്തിന്റെ അരികിലേക്ക് ഞാൻ ഒരിക്കൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഉടനെ രാധികയുടെ സംസാരം കേട്ട് ശ്യാമ പറഞ്ഞു, കൊണ്ടുവരുന്നതൊക്കെ എന്തായാലും പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. എനിക്ക് മോളുടെ സന്തോഷമാണ് വലുത്. മോള് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മോളുടെ സന്തോഷമാണ് മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എന്ന് രാധികയോട് ശ്യാമ പറഞ്ഞു. ശ്യാമ അങ്ങനെ പറഞ്ഞത് കേട്ട് രാധിക പറഞ്ഞു, ശരി, എന്തായാലും മോള് ഇപ്പൊ ഹാപ്പിയാണല്ലോ, അത്രമാത്രം എനിക്ക് കേട്ടാൽ മതി. ഇനിയെല്ലാം സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ രാധിക എന്നാൽ ഞാൻ ക്ലാസ്സിലോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു രാധിക പോയി കഴിയുമ്പോഴേക്കും രാധികയുടെ പെരുമാറ്റവും സന്തോഷമൊക്കെ കണ്ട് അമൃത ശ്യാമയോട് പറഞ്ഞു, പ്രിയങ്ക മാറിയെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുമാത്രമല്ല, പ്രിയങ്കയിലെ മാറ്റം നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നതുമല്ല. അതുകൊണ്ട് ഇനിയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെയുള്ള ക്രൂരതകളാണ് പ്രിയങ്കയുടെ ഭാഗത്ത് നിന്ന് മോൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ ഉടനെ ശ്യാമ പറഞ്ഞു, അതെ, മോളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. മോളോട് സൂക്ഷിക്കണം എന്ന് പറയണം. ചതി ഇനിയും ഉണ്ടായേക്കും എന്ന് രാധികയെ കുറിച്ച് ശ്യാമ വിഷമത്തോടെ അമൃതയോട് പറഞ്ഞു. പിന്നീട് കാണുന്നത് പ്രിയങ്കയുടെ ഫോണിലേക്ക് കോള് വരികയാണ്. കോൾ എടുത്തതും മുത്തശ്ശി ചോദിച്ചു, നീ ഇത് എവിടെയായിരുന്നു മോളെ? ഞാൻ കിച്ചണിലായിരുന്നു, കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഇപ്പൊ റൂമിലേക്ക് എത്തിയതേ ഉള്ളൂ. എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചതും ഇപ്പൊ അവൾ എന്ത് ചെയ്യ രാധിക എന്ന് ചോദിച്ചു. ചേച്ചി മ്യൂസിക് സ്കൂളിലേക്ക് പോയി എന്ന് പറഞ്ഞു. അതെ, നിന്റെ ഭാവം എന്താ? അവളെ ഇനി ഇവിടെ നിർത്താനാണോ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു, അതെ, ചേച്ചി ഇവിടെ ഉള്ളത് എനിക്ക് സഹായമാണ്. ചേച്ചി എന്റെ നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ചേച്ചി ഇവിടെ ഉണ്ടാകുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷം. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇപ്പൊ എന്നെ വലിയ കാര്യമാണ്. അങ്ങനെയൊക്കെ മാറ്റിയെടുത്തത് ചേച്ചിയാണ്. അതുകൊണ്ട് ചേച്ചി ഇവിടെ നിന്ന് എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പ്രിയങ്ക മുത്തശ്ശിയോട് പറയുമ്പോ പ്രിയങ്കയോട് മുത്തശ്ശി പറഞ്ഞു, മോളെ, നിന്നെ ഇത് എങ്ങനെയാ അവള് മാറ്റിയെടുത്തത്? നിന്റെ കണ്ണിൽ ശരിക്കും അവൾ പൊടിയിട്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, നീ കരുതുന്ന പോലെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയൊന്നും അല്ല അവളവിടെ നിൽക്കുന്നത്, നിന്റെ ജീവിതം തകർക്കാനാണ് എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു, അതെ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് മുത്തശ്ശി. ഇനിയും മുത്തശ്ശി ചേച്ചിയെ മനസ്സിലാക്കിയിട്ടില്ല. മുത്തശ്ശി പറയുന്നത് പോലെ ഒന്നും അല്ല ചേച്ചിയുടെ മനസ്സും ചേച്ചി ചിന്തിക്കുന്നതും. അതുകൊണ്ട് ചേച്ചിയെ കുറിച്ച് മുത്തശ്ശി ഇനി മോശമായിട്ടൊന്നും പറയരുത് എന്ന് പറഞ്ഞു രാധികയെ കുറിച്ച് മോശമായി മുത്തശ്ശി പറഞ്ഞത് കേട്ട് അതിനോട് എതിർത്തുകൊണ്ട് പ്രിയങ്ക സംസാരിച്ചു. അപ്പോഴേക്കും അതെല്ലാം കേട്ടിട്ട് മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ചില കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മുത്തശ്ശി പറയാൻ തുടങ്ങുമ്പോൾ അതെല്ലാം കേൾക്കുന്ന പ്രിയങ്ക സംശയത്തോടെ നോക്കുന്നു.